എല്ലാവർക്കും സ്വാഗതം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ 9ാമത്തെ ഭാഗമാണ്. ഇന്ന് ഞാൻ 15 വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. 15 ഡിഷും ഒരേ വീഡിയോയിലാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സദ്യ തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ അടിപൊളിയായിട്ട് ഒരു സദ്യ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആരും വീഡിയോ കാണാൻ മിസ്സാക്കരുത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വേറൊരു കാര്യം കൂടി പറയാണ്ട്, ഈ വീഡിയോസ് ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ വിഭവങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. എങ്ങനെയാണ് 15 വിഭവങ്ങൾ ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് നോക്കി നോക്കാം. കായുപ്പേരി, ശർക്കര വരട്ടിന്ന് തുടങ്ങി എല്ലാ വിഭവങ്ങളും ഈ വീഡിയോയിലുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, ആരും കാണാനായിട്ട് മറക്കരുത്. ഇതൊരു അടിപൊളി ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കിത് കാണാതെ പോയാൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമാവും. അതുകൊണ്ട് എല്ലാവരും ഇത് മുഴുവനായിട്ട് കാണുക. ഇതുപോലെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി സദ്യ തയ്യാറാക്കിയെടുക്കാം. നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാനായിട്ട് നെല്ലിക്ക സ്റ്റീം ചെയ്തെടുക്കണം. കുരു കളഞ്ഞിട്ട് നെല്ലിക്ക ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, വറ്റൽമുളക് എന്നിവ പൊട്ടിച്ചെടുക്കാം. കടുകും വറ്റൽമുളകും പൊട്ടിയ ശേഷം വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളവും 1 ഗ്ലാസ് വിനാഗിരിയും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തിളച്ചു തുടങ്ങിയാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഉലുവാപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായ ശേഷം ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നെല്ലിക്ക അച്ചാർ തയ്യാറായി കഴിഞ്ഞു. കൈപ്പയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വെക്കാം. കുറച്ച് കഴിഞ്ഞാൽ കൈപ്പയ്ക്ക നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി അച്ചാർ തയ്യാറാക്കുന്നതിന് മുൻപേ തന്നെ കൈപ്പയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, ഉലുവ, വറ്റൽമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നാൽ മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, കായപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് തിക്കായ പുളിവെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം. പുളിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. കുറുകി വന്നാൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത്. വറുത്തു വെച്ച കൈപ്പയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഡ്രൈ ആവാതെ ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള കൈപ്പയ്ക്ക അച്ചാർ തയ്യാറായി. പുളിയിഞ്ചി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ഈ ഉരുക്കിയ ശർക്കര പുളിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചെടുക്കാം. ഈ താളിച്ചെടുത്തത് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്വാദിഷ്ടമായ പുളിയിഞ്ചി തയ്യാറാക്കാം. നേന്ത്രക്കായ 4ആയിട്ടോ വട്ടത്തിലോ നുറുക്കിയെടുക്കാം. ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കായയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കലപില ശബ്ദം കേട്ടാൽ ക്രിസ്പിയായി എന്നാണ് അർത്ഥം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം കൂടി എണ്ണയിൽ കിടന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആയി കഴിഞ്ഞാൽ കായ വറുത്തു കോരി വയ്ക്കാം. ടേസ്റ്റി ഹോം മെയ്ഡ് കായ വറുത്തത് തയ്യാർ.
നേന്ത്രക്കായ രണ്ടായി കീറി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇത് വറുത്തെടുക്കുന്നത് നന്നായാൽ മാത്രമേ അടിപൊളി ടേസ്റ്റുള്ള ശർക്കര ഉപ്പേരിയായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് വറുത്തുകോരി മാറ്റിവെക്കാം. തണുക്കാനായിട്ട് ഒരു പേപ്പറിലേക്ക് പരത്തി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര പാനിയെ ഒരു നൂൽപ്പരവുമാക്കിയെടുത്ത് കായ വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര, ചുക്ക്, ജീരകം, ഏലക്കായ എന്നിവയെല്ലാം ചേർത്ത് പൊടിച്ചെടുത്ത പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റി ശർക്കര വരട്ടി തയ്യാർ. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ചേന, ക്യാരറ്റ്, വഴുതനങ്ങ, മുരിങ്ങക്കായ എന്നിവ കഷ്ണങ്ങളാക്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കുക്കർ അടച്ച് ഗ്യാസ് സ്റ്റവിൽ വയ്ക്കുക. 2 വിസിൽ വന്നാൽ കുക്കർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് മറ്റൊരു പാനിൽ വെണ്ടക്കായ, ചുവന്നുള്ളി എന്നിവ ബ്രൗൺ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇനി അരപ്പിനായി നാളികേരം, ഉലുവ, ചുവന്നുള്ളി എന്നിവയെല്ലാം ചേർത്ത് നന്നായി ബ്രൗൺ കളറാക്കി വറുത്തെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കായപ്പൊടി എന്നിവയും കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇത് മിക്സിയിൽ കുഴമ്പ് പോലെ അരച്ചെടുക്കാം. കുക്കറിലേക്ക് വെണ്ടക്കായയും ചുവന്നുള്ളിയും വഴറ്റിയതും തക്കാളിയും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം. തിളച്ചു വരുമ്പോൾ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായി തിളയ്ക്കുമ്പോൾ ലാസ്റ്റായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും തിളപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് താളിച്ചെടുക്കാം. ഈ താളിച്ചെടുത്തത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാടൻ വറുത്തരച്ച സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. നേന്ത്രക്കായ, പയർ, മത്തങ്ങ, ചേന, വെള്ളരിക്ക, ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങക്കായ എന്നിവ നീളത്തിൽ നുറുക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഒരു കുക്കറിലിട്ട് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കി കുക്കറിലെ പകുതി ആവി കളഞ്ഞെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് പച്ചക്കറി വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിയുടെ തിക്കായിട്ടുള്ള പേസ്റ്റും കൂടി ചേർക്കാം. ഈ പുളിക്ക് പകരമായിട്ട് തൈര് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടുകീറിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിനായിട്ട് നാളികേരം, ചുവന്നുള്ളി, ജീരകം, പച്ചമുളക് എന്നിവ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും ഇവ അരച്ചെടുക്കരുത്, ചതയ്ക്കാൻ മാത്രമേ പാടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഓണം സ്പെഷ്യൽ അവിയൽ ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കാളൻ തയ്യാറാക്കാനായിട്ട് ചേനയും നേന്ത്രക്കായാണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടും ചതുരക്കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നാളികേരവും ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആക്കാനായിട്ട് മറക്കരുത്. കുക്കറിലെ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കഷ്ണങ്ങൾക്ക് നന്നായിട്ട് വെന്തുണ്ടാവും. അപ്പോൾ അതിലേക്ക് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കുറച്ചു നേരം തിളപ്പിച്ചെടുത്താൽ നന്നായിട്ട് കറി കുറുകി വരും. ആ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പും കറിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കുറുകി കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ആക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ട് താളിച്ചെടുത്ത് ഈ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കാളൻ തയ്യാറായി കഴിഞ്ഞു. കുമ്പളങ്ങ കനമില്ലാതെ കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
3 വിസിൽ വന്നു കഴിഞ്ഞാൽ കുക്കർ തുറന്ന് കഷ്ണങ്ങളൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് തിള വന്ന് തുടങ്ങിയ ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയ ശേഷം പച്ചവെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ രുചികരമായ ഓലൻ ഇതാ തയ്യാറായി കഴിഞ്ഞു. ഓലൻ ഉണ്ടാക്കുന്നതിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇഷ്ടു തയ്യാറാക്കുന്നത്. കഷ്ണങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇഷ്ടു തയ്യാറാക്കാനായിട്ട് സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കഷ്ണങ്ങളാണ് ആവശ്യം. ഇതെല്ലാം കൂടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും അല്പം വെളിച്ചെണ്ണയും കൂടിയും ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെക്കാം. 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 5 വിസിൽ വന്ന ശേഷം കുക്കർ തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ കഷ്ണങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നാളികേരപ്പാൽ ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിള വന്ന അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഏറ്റവും മുകളിലായിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്വാദിഷ്ടമായ സദ്യ സ്പെഷ്യൽ ഇഷ്ടു തയ്യാറായി കഴിഞ്ഞു. ഒരു പാൻ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കിട്ടിയാൽ കടുക്, ഉലുവ, വറ്റൽമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊട്ടി കിട്ടിയ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഇത് 3ഉം കൂടിയിട്ട് ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ നമുക്ക് വഴറ്റാം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം, ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം മൂത്ത് കിട്ടിയാൽ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർക്കണം. ഈ പുളിവെള്ളത്തിൻ്റെ ഒപ്പം തന്നെ 1-1.5 കപ്പോ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. മല്ലിയിലയും കറിവേപ്പിലയും രസം തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ വേണം ചേർക്കാൻ. നല്ല തിള വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് ഇട്ടിട്ട് രസം തിളപ്പിക്കാനായിട്ട് പാടില്ല. ഒരു ഉരുളിയിലേക്ക് നെയ്യ് ചേർത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് നന്നായിട്ട് ഉടയാൻ തുടങ്ങിയ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഒന്നും കൂടി മുടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി വറ്റി കിട്ടിയാൽ അതിലേക്ക് 2ാം പാൽ ചേർക്കാം. 2ാം പാൽ ചേർത്ത ശേഷം തിളച്ച് അതൊന്ന് കുറുകി വരണം. കുറുകി വന്നാൽ അതിലേക്ക് പഞ്ചസാര, ചുക്ക്, ഏലക്കായ, ജീരകം ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത പൊടി ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് തിള വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കാം. നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ വറുത്തെടുത്ത് താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ പ്രഥമൻ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് നമ്മൾ പാലട കുക്കറിലാണ് തയ്യാറാക്കുന്നത്. പാലട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുക്കുന്ന സമയത്ത് റൈസ് കുക്കറോ പുതിയ കുക്കറോ എടുക്കുക. കറി വെക്കുന്ന കുക്കർ ഒരിക്കലും ഉപയോഗിക്കരുത്. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ചേർക്കാം. കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയ ശേഷം കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 45 മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. കഴുകി വെള്ളം വാർത്തെടുത്തിട്ടുള്ള അരിയട തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് ഫ്ലെയിം ഓഫാക്കി മൂടി വെച്ചിട്ട് അരമണിക്കൂർ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ അരിയട നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ അരിയട 4-5 വട്ടം കഴുകി വെള്ളം വാർത്തിട്ട് എടുക്കാം. വെള്ളം വാർത്തെടുത്തിട്ടുള്ള അരിയട നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. 45 മിനിറ്റിന് ശേഷം പ്രഷറൊക്കെ പോയ കുക്കർ ഒന്ന് തുറന്ന് നോക്കി നോക്കാം. പാല് പിങ്ക് ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ പാല് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചിട്ട് ഈ അടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ പാലട തയ്യാറായി കഴിഞ്ഞു. ചവ്വരി പായസം തയ്യാറാക്കാനായിട്ട് ചവ്വരി അല്ലെങ്കിൽ സാവല്ലരി കഴുകി വൃത്തിയാക്കിയെടുത്ത് കുതിർത്ത് വയ്ക്കാം. കുതിർത്ത സാവല്ലരി ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. നന്നായിട്ട് വെന്ത് വന്നാൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം.
ചൂടായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ തണുത്ത പാൽ ഒരിക്കലും ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തത് പായസത്തിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ചവ്വരി പായസം തയ്യാറായി കഴിഞ്ഞു.